ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നൊരു സുഖിയൻ അല്ലെങ്കിൽ മോദകത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താണ് ഇത്ര പാടാണോ എന്ന്. അല്ല, പാടൊന്നുമല്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണല്ലോ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഇത് തലേ ദിവസം കുതിർത്ത പയർ നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ശർക്കര, അതൊരു 150 ഗ്രാം ശർക്കര ഉണ്ടാവും. ഒരു 1/2 കിലോ പയറുണ്ടാവും. 1/2 കിലോയ്ക്ക് ഒരു 150 ഗ്രാം ശർക്കര മതിയാവും. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം നമ്മളെ പയറെല്ലാം വെന്ത് നല്ല വെള്ളം വറ്റി വരാറായിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെന്ത പയറിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. സാധാരണ ആൾക്കാർ പുഴുങ്ങിയ പയർ എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ശർക്കര ചെത്തിയിടുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ. ഇനി ഈ ശർക്കരയും ഈ പയറും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചത്. ഇനി ഇത് നന്നായിട്ട് വറ്റി ഇപ്പോൾ ഇവിടെ വരണ്ട് വരാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. ഈ നെയ്യുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മോദകത്തിലുണ്ടാവും. നല്ല രസമാണത്. അപ്പോൾ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് നമുക്ക് ഒരല്പം നേരം കൂടെ ഇതൊന്ന് തീയിലിട്ടേക്കാം. അടിക്ക് പിടിക്കാതെ നോക്കണം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. മൈദാമാവ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സോഡാപ്പൊടി, കുറച്ച് പഞ്ചസാര, കുറച്ച് കളറിനായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ല തിക്ക് ബാറ്ററായിട്ട് നമുക്ക് കലക്കിയെടുക്കണം. ബാറ്റർ വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ മോദകം മാവ് പിടിച്ചിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റിബൺ കൺസിസ്റ്റൻസി വേണം നമ്മുടെ മാവിന്. അപ്പോൾ നമ്മുടെ ബോള് നമുക്ക് തയ്യാറാക്കിയെടുക്കും. ഓരോ ഇതും നാരങ്ങ വലുപ്പത്തിൽ. പയർ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് നല്ല നാരങ്ങയുടെ വലുപ്പത്തിൽ ഓരോ ബോൾസായിട്ട് മാറ്റാം. ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല. നല്ല ഹാർഡായിരിക്കും. കാരണം നമ്മൾ ശർക്കര ഉരുക്കിയാണ് എടുത്തത്. ഒരു തുള്ളി വാട്ടർ കണ്ടന്റ് പോലും ഇതിലില്ല. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ ബോൾസ് നമുക്ക് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. ഓരോ ബോൾസും ഇതുപോലെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മാവ് കോട്ട് ചെയ്യാം. ഇത് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് തന്നെ കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ശർക്കര പുറത്തൊക്കെ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഓരോന്നായിട്ട് നമുക്ക് നന്നായിട്ട് മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മോദകം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ മോദകത്തിൻ്റെ ഉൾവശം എല്ലാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ.